ഈ സീഡിയിലൂടെ നിങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റെടുപ്പാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസം ലഭിക്കും. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന അളവിൽ ഒരു ജയജീവിതം നയിപ്പാൻ നിങ്ങൾക്ക് കഴിയും. വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു, ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങുന്നു. മനുഷ്യൻ സമാധാനമില്ലാതെ യാത്ര ചെയ്യുന്നു. കാലങ്ങളും കാലഗതികളും മനുഷ്യനും ശാസ്ത്രവും ഒരുപോലെ വിളിച്ചു പറയുന്നു, ഈ ലോകത്തിനെന്തോ സംഭവിക്കാൻ പോകുന്നു. കാലം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങുമ്പോൾ യേശുക്രിസ്തു തന്റെ തിരുവചനത്തിലൂടെ ഇങ്ങനെ പറഞ്ഞു, ആകാശവും ഭൂമിയും മാറിപ്പോകും, എന്നാൽ എന്റെ വചനങ്ങൾക്കോ മാറ്റമുണ്ടാകില്ല. ഈ വചനം ഏറ്റെടുത്ത് ആർ ജീവിപ്പാൻ തയ്യാറാകുമോ അവരുടെ ജീവിതം അവസാനത്തോളം സന്തോഷകരമായിരിക്കും, സമാധാനപരമായിരിക്കും. പാപത്തെയും ശാപത്തെയും കാൽവരയിൽ നീക്കി രോഗത്തെ സൗഖ്യമാക്കി കണ്ണുനീരിനെ തുടച്ച് മരണത്തിന്റെ അഗാധങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുക സ്വർഗലോകം വെടിഞ്ഞ് താണലോകത്തിലേക്ക് കടന്നു വന്ന യേശു തന്നെ സ്നേഹിച്ചവരൊക്കെയും തന്റെ വാക്കനുസരിച്ചവരൊക്കെയും തന്റെ കൽപ്പന അനുസരിച്ചവരൊക്കെയും താൻ ഇരിക്കുന്ന ഇടത്തേക്ക് ചേർക്കുവാൻ വേഗം വരും. തന്നിരിക്കുന്നത് സ്വർഗീയ പിതാവിന്റെ മഹിമയുടെ വലതു ഭാഗത്തത്രേ. അവിടേക്ക് ചേർക്കുവാൻ വരുന്ന യേശുവിനെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിയിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഇതൊരു സുവർണ അവസരമാണ്. ലോകത്തിലെ അനേക സംഭവങ്ങളെ നാം എടുത്ത് പരിശോധിച്ചാൽ അതിനൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സത്യമുണ്ട്. ബൈബിൾ പറയുന്നു ഇത് അന്ത്യകാലമാകുന്നു എന്ന്. ബൈബിൾ അന്ത്യകാലമാണെന്ന് പറയുമ്പോൾ അതിനെ അന്വേഷിച്ച് കണ്ടെത്തുന്നവരൊക്കെയും ചെന്നെത്തത് കാൽവറി ക്രൂശിങ്കലേക്കത്തായി. വചനം ഇങ്ങനെ പറയുന്നു, ഒരുവൻ സർവ്വലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ ഒരു പ്രയോജനവുമില്ല. വിശുദ്ധ ബൈബിൾ നാം പഠിക്കുമ്പോൾ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് ഉപമ പറയുകയുണ്ടായി. ഒരു ധനവാനായ മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ നിലം നന്നായി വിളഞ്ഞു. താൻ പ്രഭാതത്തിൽ എഴുന്നേറ്റ് തന്റെ വിളവുകളെ കാണുവാനായി താൻ തന്റെ പറമ്പിലേക്ക് കടന്നുപോയി. അവിടെ ചെന്നു തന്റെ വിളവുകളൊക്കെ കണ്ടു. വളരെ സംതൃപ്തനായി താൻ ക്ഷീണിതനായി തന്റെ ഭവനത്തിൽ വന്നു. ക്ഷീണം കൊണ്ട് ഉറങ്ങുവാൻ കിടന്നു. ഉറങ്ങുവാൻ കിടക്കുമ്പോൾ താൻ ഇങ്ങനെ ചിന്തിച്ചു, എന്റെ വിളവുകളൊക്കെ ശേഖരിച്ചു വെക്കുവാൻ ഈ ചെറിയ കളപ്പുര പോരാ. അതുകൊണ്ട് ഞാൻ എന്റെ കളപ്പുരയെ ഇടിച്ചു പണിയും, അതിനെ വിശാലമാക്കും. എന്നിട്ട് എന്റെ വിളവുകളൊക്കെ ഞാൻ അതിനകത്ത് ശേഖരിക്കും. ക്ഷാമമില്ലാതെ സന്തോഷത്തോടെ